അന്തരീക്ഷ മലിനീകരണം ഇന്ത്യയിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യത്തെ ദിനംപ്രതി ഇല്ലാതാക്കുകയാണ്. ഡൽഹി ജീവിക്കാൻ പറ്റാത്ത നഗരമായി മാറിയതിന് പിന്നിൽ മലിനീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. 2018-19 വർഷത്തിൽ 300 കോടി രൂപയുടെ പദ്ധതിയാണ് വിഷയം പരിഹരിക്കാൻ ദേശീയ പരിസ്ഥിതി മന്ത്രാലയം വകയിരുത്തിയിരിക്കുന്നത്. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്നാണ് പദ്ധതിയുടെ പേര്. 2024-നുള്ളിൽ വായു മലിനീകരണം 2017-നേക്കാൾ 20 മുതൽ 30% വരെ കുറയ്ക്കണമെന്നാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 10x ആക്കി വായു മലിനീകരണ തോത് കുറയ്ക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനാ മാനദണ്ഡം. എന്നാൽ കേന്ദ്രം ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയുടെ വിശദാംശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഫലപ്രദമല്ല. പ്ലാനിംഗ് ഇല്ല എന്നതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെ പദ്ധതി ഇപ്പോഴും കടലാസിൽ തന്നെയാണ്. ഭാവി പരിപാടികളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത തട്ടിക്കൂട്ട് പദ്ധതിയാണെന്ന് ചുരുക്കം. മുനിസിപ്പൽ കോർപ്പറേഷനും സംസ്ഥാന മലിനീകരണ ബോർഡും സംയുക്തമായി തീരുമാനം കൈക്കൊള്ളുന്നതാണ് ഇക്കാര്യത്തിൽ ഉചിതം. കാരണം വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് മലിനീകരണം നടക്കുന്നത്. വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ബാധിച്ച് 2017-ൽ മാത്രം ഇന്ത്യയിൽ 12.4 ലക്ഷം പേർ മരിച്ചതായാണ് ലാൻസെറ്റ് പ്ലാനറ്ററി ഹെൽത്ത് ജേർണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നത്. 2017-ൽ ഇന്ത്യയിലുണ്ടായ ആകെ മരണങ്ങളിൽ 8-1 വായു മലിനീകരണത്തിന്റെ ഫലമാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പുകയില ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെക്കാൾ കൂടുതലാണ് ഇന്ത്യയിൽ വായു മലിനീകരണത്തിലൂടെ ഉണ്ടാകുന്നത്. രാജ്യത്തെ ഏറ്റവും മലിനമായ അന്തരീക്ഷം ഡൽഹിയിലേതാണ്. ഉത്തർപ്രദേശും ഹരിയാനയും 2-3 സ്ഥാനങ്ങളിലുണ്ട്. സൗത്ത് ഇന്ത്യയേക്കാൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് വായു മലിനീകരണത്തിൽ മുൻപന്തിയിലുള്ളത്. വായു മലിനീകരണത്തിന്റെ ഫലമായി 2017-ൽ ഉത്തർപ്രദേശിൽ 2,60,028 പേരാണ് മരിച്ചത്. മഹാരാഷ്ട്രയിൽ 1,08,038 ബീഹാറിൽ 96,967 പേർ മരിച്ചു. 4.8 ലക്ഷം പേർ വീടുകളിലെ മലിനീകരണത്തിലൂടെയും 6.7 ലക്ഷം പേർ പൊതു ഇടങ്ങളിൽ നിന്നുള്ള മലിനവായു ശ്വസിച്ചതിലൂടെയുമാണ് മരിച്ചത്. ഇതേ വർഷം ഇന്ത്യയിലെ 77% ആളുകൾക്കും മലിനവായു ശ്വസിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ദേശീയ മലിനീകരണ നിയന്ത്രണ വിഷയത്തിൽ നല്ലൊരു അവസരമാണ് NCA പദ്ധതി ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ അത് വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ ഭരണകൂടത്തിന് സാധിച്ചില്ല. നിലവിൽ NCAP ഡൽഹിയെ ഉദാഹരണമാക്കിയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. ഡൽഹിക്ക് ബാധകമായ തീരുമാനങ്ങളാണ് രാജ്യത്താകമാനം നടപ്പിലാക്കാൻ മന്ത്രാലയം ശ്രമിക്കുന്നത്. വിഷയത്തെ സാമാന്യവൽക്കരിക്കുന്ന ഈ രീതി കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു മണ്ടൻ തീരുമാനമാണെന്നാണ് പൊതുവിലയിരുത്തൽ. പ്രാദേശികമായ പ്രാധാന്യം മനസ്സിലാക്കി വേണം കാലാവസ്ഥയെയും അന്തരീക്ഷത്തെയും സംബന്ധിക്കുന്ന പദ്ധതികൾ വിഭാവനം ചെയ്യാൻ. പൊതു ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് അന്തരീക്ഷ മലിനീകരണം എന്ന പൂർണ്ണ ബോധ്യത്തിൽ വേണം പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ. എന്നാൽ ജനുവരി 4-ാം തീയതി പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ വളരെ നിസ്സംഗമായാണ് പ്രതികരിച്ചത്. വായു മലിനീകരണത്തിന്റെ തോതും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭ്യമല്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മലിനീകരണ ബോർഡിൽ കൂടുതൽ ആളുകളെ നിയമിച്ച വിഷയത്തിൽ നിരന്തരമായ നിരീക്ഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് വ്യവസായ മലിനീകരണം പോലുള്ള വിപത്തുക്കളെ ചെറുക്കാനുള്ള ഉപാധി. പരിസ്ഥിതി നിയമത്തിൽ കർശനമായ ഭേദഗതി കൊണ്ടുവന്നും ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാം. എന്നാൽ NCA പദ്ധതിയിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോഴും മുന്നോട്ടും പിന്നോട്ടും പോയിട്ടില്ലാത്ത ഒരു പദ്ധതിയാണിത്. രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് മാത്രമായി പല വിഷയങ്ങളും ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമാണിത്. സ്വന്തം ജീവൻ നിലനിർത്താൻ ആവശ്യമായ സമരങ്ങൾക്കും ആശയങ്ങൾക്കും കൂടി രാജ്യത്ത് ശബ്ദമുണ്ടാകണം.